ഇതാ നേരത്തെ കിട്ടിയ കണക്കിന് ഇത് വലിയൊരു പൂവാലിനെ കിട്ടിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിപ്പുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞാൽ നമുക്ക് വലുത് കിട്ടിയില്ലേ, പോയി വെള്ളം. പിന്നെ നമ്മുടെ പരലകൾ തന്നെയാണ് നമുക്ക് കിട്ടണത് അധികം. ഓ ഇപ്പം അടിച്ചത് നമുക്ക് കുറച്ച് സൈസ് ഉണ്ട് കേട്ടോ. ഓ ഇത് വലിയ തിരക്കേടില്ലാത്ത സൈസാണ്. അത് നോക്കിയാൽ ഇപ്പം അടിച്ചതിൽ വെച്ചിട്ട്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മളിന്ന് വന്നേക്കുന്നതേ ഏനമാവാണ് കേട്ടോ. ഇപ്പം ഇന്ന് നമ്മൾ പോൾ റോഡ് കാസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ ചെറുമീനെ പിടിക്കുന്ന ഒരു സ്പോട്ട് കണ്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും കാസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം എന്ത് മീൻ എങ്ങനെ കിട്ടുകയെന്നൊന്നും അറിഞ്ഞുകൂടാ. അൾട്രാലൈറ്റിന് സ്പോട്ട് കിട്ടുകയാണെങ്കിൽ അതും കാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതാ നമ്മളിതാ ഇവിടെ ഈ ബണ്ടിൻ്റെ ഈ സൈഡ് വന്നേക്കാണ് കേട്ടോ. ഇവിടെ ആരോ ക്ലീനൊക്കെ ആക്കിയിട്ടുണ്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്തായാലും ആദ്യം പോൾ റോഡ് കൊടുക്കുന്നുണ്ട്. ആദ്യം പോൾ റോഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ അത്യാവശ്യം മീനിൻ്റെ കുറേ ആക്ടിവിറ്റി കാണാനുണ്ട്. പിന്നെ ഇതാ നമ്മൾ തീറ്റ വെച്ചേക്കണതേ മൈദ കുഴച്ചൊരു അതിൽ മഞ്ഞപ്പൊടി മിക്സ് ചെയ്തിട്ട് കുറച്ച് എസൻസും അങ്ങനെയാണ് ഉണ്ടോ. അപ്പം എന്തായാലും നേരെ വീഡിയോക്ക് കിടക്കാട്ടാ. നമ്മളാദ്യം ഇട്ട വശത്ത് തന്നെ നമുക്കൊരു ചെറിയൊരു പരലിനെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ അറ്റത്ത് കണ്ട അവിടെ വഞ്ചിക്കാരെയും മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇവിടുന്ന് നമുക്ക് എന്തൊക്കെ മീൻ കിട്ടുമെന്ന് ഒരു ഐഡിയ ഇല്ല. തീറ്റ കൊണ്ടുകൊണ്ട് കാണാട്ടോ അവിടുന്ന്. ഇതാ അടുത്തത് അയ്യോ പരല്. ചെറിയ ചെറിയ മീനുകളാട്ടാ. എനിക്ക് തോന്നുന്നത് ഇവിടെ ചെറിയ തീറ്റ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മീൻ പിടിച്ച് കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട്. ചെറുതുകളായിട്ടാ, വലുതുകൾ കിട്ടുമെന്ന് അറിഞ്ഞുകൂടാട്ടോ. ആ മീനടിച്ച് അറിഞ്ഞില്ലേ ഞാൻ. ഇത് നേരത്തെ കിട്ടിയതിനേക്കാളും കുറച്ചും കൂടി വലിപ്പമുണ്ട്. വലിയ വലിപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടേ ഒരു 21 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ 21 കിലോമീറ്റർ താണ്ടിയിട്ടാണ് നമ്മൾ ഫിഷിങ്ങിന് വന്നിട്ടുള്ളത്. കാലത്ത് ഞാനൊരു 5 മണിക്ക് എണിച്ച് 5:30-ക്കാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. പിന്നെ റോഡ് പണിയൊക്കെ നടക്കണത് കാരണം വിചാരിച്ച പോലെ ടൈമിൽ എത്താൻ പറ്റിയില്ല. അതാണ് നമുക്ക് അടുത്തത് കേട്ടോ. ഇത് കുറച്ച് വലുപ്പമുണ്ട് കേട്ടോ. അയ്യേ നമുക്കിവിടെ അൾട്രാലൈറ്റ് കാസ്റ്റ് ചെയ്ത് നോക്കട്ടാ കുറച്ച് കഴിഞ്ഞിട്ട്. കാരണം ഈ പരലുകളൊക്കെ ഇപ്പോൾ കിട്ടി തുടങ്ങിയത് കൂട്ടത്തോടെ തന്നെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം കിട്ടും നമുക്ക്. ഒന്നും പടയണമൊന്നുമില്ലേ? ആ ഓക്കെ.
ഈ വെള്ളം ഇളകി തുടങ്ങിയ പിന്നെ മീൻ നമുക്ക് വലിക്കണത് കാണാൻ എളുപ്പമല്ല കേട്ടാ, കുറച്ച് ടാസ്ക്കാണ്. ഇതവിടെ ഒരു കിളി നിൽക്കണ നോക്കി, ചെറുത്. ഇത്ര നേരം വെള്ളേ ഇളക്കണ്ടായിരുന്നില്ല, നമുക്ക് സുഖമായിട്ട് മീൻ്റെ ആക്ടിവിറ്റി കാണാമെന്നുണ്ടോ. ഇപ്പം അതൊക്കെ നിന്നു. ഓ എന്തിട്ടവിടെ പടകം മുട്ടണ പോലെ പൊട്ടിയേക്കുന്നു. ചെറുമീനാവും തോന്നുന്നുണ്ട്.
നമുക്ക് ലൂറ് കസ് ചെയ്ത് നോക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പം എന്താ മീൻ പിടിക്കുന്നില്ല തോന്നുന്നു. പറഞ്ഞപ്പോൾ തന്നെ ഒരു അടുത്ത പരലടിച്ച്. പോലെ പോലെ കഴിഞ്ഞില്ലേ. കരിമീൻ കിട്ടുന്ന സ്പോട്ട് നമുക്ക് എന്തായാലും കണ്ടുപിടിക്കണം. ഇവിടെ പരിചയമുള്ള ഫിഷിങ്ങിന് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രം അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇത്രയും ദൂരത്തുനിന്ന് വരുന്നതല്ലേ, നമുക്ക് എന്താ എവിടെ എങ്ങനെ കിട്ടാന്നൊന്നും ഒരു പിടുത്തല്ല. ആ അടുത്ത പരലടിച്ചിട്ടുണ്ട്. അയ്യോ ഇതിപ്പോൾ ചാടിയ. അയ്യോ എൻ്റെ കവറ് പൊട്ടിയ. എൻ്റെ മുത്ത. ഓ കവറ് പൊട്ടിട്ടാ. കവറ് പൊട്ടി. പോയാ നമ്മൾ മീൻ കൊടുന്ന കവറ് പൊട്ടി. വായ പോയി വെള്ളം. പിന്നെ നമ്മുടെ പരലകൾ തന്നെയാണ് നമുക്ക് കിട്ടണത് അധികം. ഓ ഇപ്പം അടിച്ചാൽ നമുക്ക് കുറച്ച് സൈസ് ഉണ്ട് കേട്ടോ. ഓ ഇത് വലിയ തിരക്കേടില്ലാത്ത സൈസാണ്. അത് നോക്കിയാൽ ഇപ്പം അടിച്ചതിൽ വെച്ചിട്ട് ആണോ ഒരു ഇത്ര ഉണ്ട്. ഓ കണ്ടോ. എന്തായാലും ഈ ഭാഗത്ത് കണ്ടമാനം പരലുകളുണ്ട് കേട്ടോ. നമുക്കൊരു കരിമീൻ പോലും കിട്ടിയിട്ടില്ല. ഇതാ നേരത്തെ കിട്ടിയ കണക്കിന് ഇത് വലിയൊരു പൂവാലിനെ കിട്ടിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിപ്പുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞാൽ നമുക്ക് വലുത് കിട്ടിയില്ലേ, അതിനേക്കാളും വലിപ്പുണ്ട്. ഇത് നോക്കിയേ. ഓ ഓ അത് പോവണ്ടാന്ന് ചോദിച്ചിട്ട് വെള്ളത്തേക്ക് പോയാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാൽ പിന്നെ വെള്ളത്തേക്ക് അങ്ങോട്ട് പോവും. നോക്കിയേ കണ്ടോ. അത്യാവശ്യം വലിപ്പുണ്ട് കേട്ടോ.
ആ ഇത് നമുക്ക് ഇത് വലിയ വലിപ്പമില്ല. പിന്നെ കുറച്ച് നീക്കിയിടുമ്പോൾ നമുക്ക് കിട്ടുന്നതൊക്കെ ഈ ഒരു കണക്കിനുള്ള പൂവാലികൾ കിട്ടുന്നുണ്ട് കേട്ടോ. നോക്കിയേ, എന്തായാലും അധികം സമയം കളയാണ്ട് നമുക്ക് എളുപ്പം ഫാസ്റ്റ് ചെയ്യാം. വായിൽ ഫുള്ള് കാസിങ് എന്നിട്ടാ പറയാം. നമുക്ക് ഈ പോൾ റോഡ് ഇടാം. അടുത്തത് അടിച്ച് അടുത്ത പൂവാലി തന്നെ ഉള്ളൂ കേട്ടോ. ഇവിടെ വേറെ ഒന്നും കിട്ടണമൊന്നുമില്ല. അടുത്ത പൂവാലി. അടുത്ത പൂവാലി. അറ്റത്ത് നിന്ന് കിട്ടുന്നതൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള പൂവാലി തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ഈ തറ്റത്ത് നിന്ന് കിട്ടിയത് ചെറിയ സാധനങ്ങളായിരുന്നു. നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അത്യാവശ്യം സമയമായിട്ടുണ്ട്. ഇനി നിന്നാൽ നമ്മളിങ്ങനെ നിന്ന് പോവും. തീറ്റൊക്കെ നല്ല സ്മെല്ലാട്ടോ. അപ്പം എന്തായാലും മീനുകളൊക്കെ ഫുഡ് കഴിക്കും. നമുക്കിനി എന്തായാലും അടുത്ത ആഴ്ച വരാം കേട്ടോ. അടുത്ത ആൾക്കാർ ഇവിടെ വന്നിട്ട് ചൂണ്ടുകയാണെങ്കിൽ അവർക്കെങ്കിലും മീൻ കിട്ടില്ല. മീൻ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ പോൾ റോഡൊക്കെ മടക്കി വയ്ക്കുക. ഇത് നമുക്ക് ഇന്ന് കിട്ടിയ മീനുകളാട്ടാ. അത്യാവശ്യം ഇതാ കണ്ടില്ലേ, ഇതൊക്കെ അത്യാവശ്യത്തിന് വലിപ്പമുള്ള സൈസും ഉണ്ട് കിട്ടിയേക്കുന്നത് കേട്ടോ. നോക്കിയേ, ഒരു കറിക്കുക വറക്കാനൊക്കെ ഉള്ള മീനുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഫിഷിംഗ് വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല കാഴ്ചയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.